join ചെയ്തവര് question എഴുതിയെടുക്കാം. Construct the signal flow graph for the following set of algebraic equation. Construct the signal flow graph for the following set of algebraic equations. Construct the signal flow graph for the following set of algebraic equations. y2 equal to y1 plus 2y3. ഇത് ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? y2 equal to y1 plus 2y3 and y3 equal to 3y2 plus 4y4. y4 equal to 5y3 plus 6y4 plus 7y5 and y5 equal to 8y2 plus 9y4. Construct the signal flow graph for the following set of algebraic equations. അതിന്റെ കൂടെ തന്നെ എഴുതാം ഫൈൻഡ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞ ശേഷം ഫൈൻഡ് the number of forward paths. Find the number of forward paths, individual loops, and two non-touching loops for the signal flow graph. So first you have to draw the signal flow graph, then find the number of forward paths, individual loops and two non-touching loops for the signal flow graph. Okay. So തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ നോക്കുക, ആൾജിബ്രിക് ഇക്വേഷൻസ് നോക്കുക, ദെൻ ഇക്വേഷനിൽ ഏതൊക്കെയാണ് വേരിയബിൾസ് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വേരിയബിൾസ് മാർക്ക് ചെയ്യുക. എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് മാർക്ക് ചെയ്യുക. ദെൻ വേരിയബിൾസ് നോട്ട്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് വേരിയബിൾസ് ഏതൊക്കെയാണ്? വേരിയബിൾസ് y1, y2, y3, then y4, y5. ഓക്കെ, 5 വേരിയബിൾസ് ആണ് വരുന്നത്. സോ വേരിയബിൾസ് നോക്കൂ, അത്രയും വേരിയബിൾസ് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക, 5 വേരിയബിൾസ്. ഓക്കെ, so you can mark y1, y2, y3, y4 and y5. Okay, y1, y2, y3, y4 and y5. Okay, then ഓരോ ഇക്വേഷൻസും നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? y2 equal to y1 plus 2y3. Okay, y2 is equal to y1 plus 2y3.
y2ലേക്ക് വരുന്ന y2ന്റെ ഇക്വേഷൻ നോക്കുക. y2ലേക്ക് ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് വരുന്നത് നോക്കുക. ഓക്കെ, y2 ഈക്വൽ ടു y1. ഫസ്റ്റ് ഇക്വേഷനിലത് y2 ഈക്വൽ ടു y1 പ്ലസ് 2y3 ആണ്. ഓക്കെ, സോ y1 എന്നൊരു ബ്രാഞ്ച് വരുന്നുണ്ടാവും വിത്ത് എ ഗെയിൻ 1 ആൻഡ് അനദർ ബ്രാഞ്ച് ഫ്രം y3 വിത്ത് എ ഗെയിൻ 2. ഓക്കെ, സോ 1 ബ്രാഞ്ച് ഫ്രം y1 with a gain 1. So ഇവിടെ നോക്കുക 1 into y1 അല്ലേ 1. Okay, then another one 2y3. Okay, so y3 എന്നൊരു ബ്രാഞ്ച് വരുന്നുണ്ട് ഗെയിൻ 2. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ളത് നിങ്ങൾ സ്ട്രേറ്റ് ലൈന് വരക്കുക. ദെൻ തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് മേലെയായിട്ട് വരക്കാം. ഓക്കെ, സോ അതായത് ഇവിടെ y2ന്റെ ഇക്വേഷൻ നോക്കുമ്പോൾ y3 എന്നൊരു ബ്രാഞ്ച് വരുന്നുണ്ട്. ഓക്കെ, സോ y3 ഇവിടെ അല്ലേ, നിങ്ങൾക്ക് ആ രീതിയിൽ വരുമ്പോൾ y3 to y2. ഓക്കെ, വിത്ത് ഗെയിൻ 2. ഓക്കെ, ഗെയിൻ 2 മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. y2 ഈക്വൽ ടു 1 into y1 പ്ലസ് 2y3. ഓക്കെ, 1 ബ്രാഞ്ച് ഫ്രം y3 വിത്ത് ഗെയിൻ 2. നെക്സ്റ്റ് ഇക്വേഷൻ നോക്കുക. നെക്സ്റ്റ് ഇക്വേഷൻ എന്താണ്? y3ന്റെ ഇക്വേഷൻ ആണ്. y3 is equal to 3y2 plus 4y4. Okay, then one branch from y2 with gain 3. Okay, y3 ലേക്കാണ് നിങ്ങൾ വരക്കുന്നത്. 1 from y2, അതായത് ഇതാണ് y2. 1 branch from y2 with gain 3 and another branch from y4 ആണ്. y3 equal to 4y4. ഓക്കെ, ഇവിടെ ഞാൻ എഴുതി ഇക്വേഷൻ മാറിപ്പോയതാണ്. 4 ക്വസ്റ്റ്യനിൽ 4y4 അല്ലേ തന്നത്. ഓക്കെ, y3 equal to 3y2. One branch from y2 with gain 3 and another branch from y4 with gain 4. Okay, then next equation നോക്കാം. y4 equal to, next equation വരുന്നത് y4 is equal to 5y3 plus 6y4 plus 7y5. Okay, so y4 ആണ് വരക്കേണ്ടത്. 1 branch from y3 with gain 5. So y3 ന്ന് ഒരു ബ്രാഞ്ച് മാർക്ക് ചെയ്യുക with gain 5. Okay, then another branch from y4 with gain 6. Okay, so നമ്മൾ y4 ആണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ y4 തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? y4 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് y4 ലേക്ക് തന്നെ. Okay, with gain 6. Okay, ഇതാണ് 5y3 plus 6y4. The next term plus 7y5. ഇവിടെ നിന്നാണ് വരുന്നത്. y4 ലേക്ക് മാർക്ക് ചെയ്യുക with gain 7. Okay, next equation y5 equal to, ക്വസ്റ്റ്യനിൽ അടുത്ത ഇക്വേഷൻ എന്താ തന്നെ? y5 equal to 8y2 plus 9y4. Okay, so y5 ആണ് 1 branch from y2. ഇവിടെയാണ് y2 ഉള്ളത്. Okay, 1 branch from y2 to y5 with a gain 8. സോറി, ഇവിടെ ക്വസ്റ്റ്യനിൽ y4 അല്ലേ തന്നത്. നയൻ 4 ആയിരുന്നു. ഓക്കെ, സോ y5 equal to 8y2. y2 എന്നൊരു ബ്രാഞ്ച് വരച്ചു with gain 8 and another branch from y4 with a gain 9. ഓക്കെ, ഇതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അതായത് നിങ്ങൾക്ക് ഇക്വേഷൻ തന്നിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ഇക്വേഷനിൽ നോക്കുക ഏതൊക്കെയാണ് വേരിയബിൾസ്, ദെൻ മാർക്ക് ഓൾ ദി വേരിയബിൾസ്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം 5 വേരിയബിൾസ് ആണ്. വേരിയബിൾസ് ഡോട്ട് ഡോട്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക, നോട്ട്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുക. y1 y2 y3 y4 y5. ദെൻ ഓരോ ഇക്വേഷൻസ് നോക്കുക, ഇക്വേഷൻസിനനുസരിച്ച് വരക്കുക. ഓക്കെ, ഇത്രയേ വേണ്ടു, വേറെ ഒന്നും ഇല്ല ഇതിൽ. സോ ഇക്വേഷൻസ് നോക്കുക, അതിൽ ഗെയിൻ മാർക്ക് ചെയ്യുക.
ദെൻ നിങ്ങൾക്ക് ബാക്കിലോട്ട് വരുന്ന ഡയറക്റ്റ് ഇൻപുട്ട് സൈഡിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പോകുവാണെങ്കിൽ സ്ട്രേറ്റ് ലൈനിൽ മാർക്ക് ചെയ്യുക, മറ്റേതാണെങ്കിൽ അതിന്റെ മേലെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ മാർക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി ഫോർവേഡ് പാത്ത് ലൂപ്സ് എല്ലാം കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതല്ലാതെ ഈ മെയിൻ പാത്തിൽ തന്നെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 2 ഏരോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് നമ്പർ ഓഫ് ലൂപ്സ് ഫോർവേഡ് പാത്ത് എല്ലാം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഡയറക്റ്റ് വരുന്നത് മാത്രം ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ y2 ഈക്വൽ ടു ഓരോ ഇക്വേഷൻസ് നോക്കുക, റെപ്രസെന്റ് ചെയ്യുക. y2 ഈക്വൽ ടു y1 പ്ലസ് 2y3. സോ 1 ബ്രാഞ്ച് ഫ്രം y1 അനദർ ഫ്രം y3. അതാണ് y3 ന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ബാക്കിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ മേലെയായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. സോ ഡ്രോ ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരയ്ക്കുക. ഓക്കെ, നൗ യു ഹാവ് ടു ഫൈൻഡ് നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്. സോ ഇതിൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് നോക്കാം. വാട്ട് ഈസ് ഫോർവേഡ് പാത്ത്? Forward path means path starting from input node and ends at an output node. Okay, so input ne start ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് എൻഡ് ചെയ്യുന്ന നോഡ്സ് പാത്ത് ആണ് ഫോർവേഡ് പാത്ത്. ഓക്കെ, സോ ഇതിൽ എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് നോക്കാം. എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട്? നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ഒന്ന് കണ്ടുപിടിച്ചാട്ട് എത്രയുണ്ട് നോക്ക്. 5 ഫോർവേഡ് പാത്തോ? ഫോർവേഡ് പാത്ത് മീൻസ് path starts at an input node and ends at an output node. അതായത് ഇൻപുട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ എൻഡ് ചെയ്യണം. അങ്ങനെ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. നമ്പർ ഓഫ് ഫോർവേഡ് പാത്സ്, നമ്പർ ഓഫ് ഫോർവേഡ് പാത്സ്. വെറുതെ നിങ്ങൾ ഇവിടെ ഇതിന്റെ മേലോട്ട് ഇങ്ങനെ പോയാൽ പോരാ, അതിന്റെ ബ്രാഞ്ച് ഏരോസ് നോക്കണം. ഓക്കെ, സോ അതായത് ഇവിടെ y1 ടു y2 എത്തി. അഗൈൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേലോട്ട് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ബ്രാഞ്ച് ഏരോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ പാത്ത് നോക്കുമ്പം ആ ബ്രാഞ്ച് ഏരോസ് നോക്കുക, ഏരോന്റെ അതേ വഴിയിലോട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് y1 സ്റ്റാർട്ട് ചെയ്തിട്ട് y5 എൻഡ് ചെയ്യുന്ന രീതിയിൽ എത്ര പാത്ത് കിട്ടുന്നുണ്ട് നോക്കാം. ഇതാണ് ഫോർവേഡ് പാത്ത്. ഓക്കെ, starts from an input node and ends at output node. The number of forward path എത്ര വരുന്നുണ്ട് ഫോർവേഡ് പാത്ത്? ടീച്ചർ ഇവിടെ y1 ഇൻപുട്ട് നോഡ് അല്ലേ? ഓക്കെ, y5 ഔട്ട്പുട്ട് നോഡാണോ? ആക്ച്വലി ഇത് മിക്സഡ് നോഡ് ആണ്, പക്ഷെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്താക്കാം, ഔട്ട്പുട്ട് നോഡായി കൺസിഡർ ചെയ്തിട്ട് ഇവിടെ 1 ഗെയിൻ കൊടുത്തിട്ട് ഇവിടെ y5 ഇടാം. ഓക്കെ, സോ ആ കേസിലും ഇങ്ങനെ വരച്ചാലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക. അതുകൊണ്ടാണ് സെപ്പറേറ്റ് വരയ്ക്കാത്തത്. ഓക്കെ, സോ ഇവിടെ 1 ഗെയിൻ ഇട്ടിട്ട് y5 കഴിഞ്ഞിട്ട് 1 ഗെയിൻ ഇട്ടിട്ട് ഇവിടെ y5 തന്നെ മാർക്ക് ചെയ്യാം. അപ്പൊ ഇത് ഔട്ട്പുട്ട് നോഡായി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ആ മിക്സഡ് നോഡിനെ തന്നെ നിങ്ങൾ ഔട്ട്പുട്ടായി കൺസിഡർ ചെയ്തിട്ട് പാത്ത് നോക്കുക. ഓക്കെ, സോ എത്ര വരുന്നുണ്ട് ഫോർവേഡ് പാത്ത്? നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ആർക്കും കിട്ടുന്നില്ലേ? നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ഒരാൾ മാത്രം കറക്റ്റ് ആൻസർ പറഞ്ഞു. നോക്കാം ഏതൊക്കെയാണ് ഫോർവേഡ് പാത്ത് വരിക. y1 സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. y1 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏത് വഴി പോകാൻ നിങ്ങൾക്ക് y1 then y2 എത്തിക്കഴിഞ്ഞാൽ 2 പാത്സ് അല്ലേ, ത്രൂ ദിസ് സ്ട്രേറ്റ് ലൈൻ. ദെൻ താഴേക്ക് 8 എന്ന് പറയുന്ന ഈ ഗെയിൻ വഴിയും പോകാം. ഓക്കെ, സോ ഫസ്റ്റ് പാത്ത് വരിക y1 ടു ഈ 1 ഗെയിനിലൂടെ here, then through y2 3 gain, then here. Okay, so ഒരു ഫോർവേഡ് പാത്ത് പറയുന്ന ഈ സ്ട്രേറ്റ് ലൈൻ ആണ്. y1 y2 y3 then y4 y5. ഓക്കെ, സോ ഒരു ഫോർവേഡ് പാത്ത് ഇവിടെ നിന്ന് കിട്ടി. അല്ലേ,
നെക്സ്റ്റോ ഒരു ഫോർവേഡ് പാത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാം. y1 y2 y3 y4 y5. ഓക്കെ, സോ ഇത്രയും എലമെന്റ്സ് വരുന്നതാണ് ഒരു ഫോർവേഡ് പാത്ത്. ഇനി ഒരു ഫോർവേഡ് പാത്ത് കൂടെ വരും. y1 y2 then y2 to through this gain 8 y5. Okay, so that is the second forward path, y1 y2 y5. Okay, so question ചോദിച്ചിരിക്കുന്നത് number of forward path ആണ്. So number of forward path is equal to 2. Okay, so number of forward path is equal to 2. അതേസമയം ഇവിടെ y2 എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് മേലെ ഈ 2ലേക്ക് പോകാൻ പറ്റില്ല, കാരണം ഏരോ ബ്രാഞ്ച് ഏരോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ഹിയർ ഈസ് ഈക്വൽ ടു 2. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻഡിവിജ്വൽ ലൂപ്സ്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്സ്. എത്ര ലൂപ്സ് ഉണ്ട്? ഇൻഡിവിജ്വൽ ലൂപ്സ്. ഇൻഡിവിജ്വൽ ലൂപ്സ് ഏതൊക്കെയാണ് ലൂപ്സ് നോക്കിയേ. ഇതിൽ നോക്കാം. ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ലൂപ്പ് ഇടുന്നുണ്ട് 3 2, അതായത് y2 y3 അഗൈൻ y3. ഓക്കെ, സോ ഇവിടെ ഇത് ഒരു ലൂപ്പാണ്, y2 y3 അഗൈൻ ടു y2. Then second one y3 y4 again y3. Okay, this one second loop. നിങ്ങൾ ഈ ഡയഗ്രത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കരുത് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുന്നില്ല. y2 y3 again y2 one loop, then y3 y4 then y3 second loop. then ഇവിടെ y4 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് y4 തന്നെ എൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതൊരു ലൂപ്പാണ്, third loop. Then next y4 y5 then again y4, fourth one. Then next ഇവിടെ y2 y3 then y4 y5. ഓക്കെ, ഇവിടെ വരില്ല അല്ലേ, ഇവിടെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ 8ന്റെ എങ്ങനെയാണ് ഡയറക്ഷൻ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ വന്ന് നോക്കുക, അതായത് y2 y3 y4 y5 വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. 4 ലൂപ്സ് മാത്രമാണ് ഉള്ളത്. 4 കൂടുതൽ ആർക്കെങ്കിലും കിട്ടിയോ ലൂപ്സ്? കൂടുതൽ കിട്ടിയിട്ടില്ല. ഒരു ലൂപ്പ് കൂടെ ഉണ്ട്, y2 y5 y2 y5 then 5 ലൂപ്സ് വരും. ഏതാണ് ഫിഫ്ത്ത് വൺ? y2 y5 വഴി ഒന്ന് പോയി നോക്കിയേ. y2 y5 then അത് y2ലേക്ക് വരണം ഈ പാത്ത് വഴി. ഓക്കെ, ഇവിടെ ഒരു ലൂപ്പ് കിട്ടുന്നേക്ക്, അതായത് ഇവിടെ നിന്ന് y2 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, then y2 travel through this gain 8, ഇവിടെ y5ലെത്തി, then y5 to through this 7. ഓക്കെ, 7 ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഗെയിൻ തന്നിരിക്കുന്നത്. through this 7 ഇവിടെ y4ൽ വരാം, then ഇവിടുന്ന് through 4 ഇവിടെ y3 എത്തും, then through 2 again y2. ഓക്കെ, മനസ്സിലായോ അതാ ലൂപ്പ്? അതായത് ഇവിടെ y2 താഴെയുണ്ട്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് through 8 ഇവിടെ y2 ഇവിടെ y5. ഓക്കെ, ഇവിടെ എത്തി, then y5 to മേലെ ഒരു ഗെയിനില്ലേ 7, ഇവിടെ 7 വഴി വന്ന ഇവിടെ നിങ്ങൾക്ക് എത്ര y4. ഓക്കെ, then y4 to
y3. ഇവിടെ y4 to y3 gain 4. Okay. Then y3 to y2 gain 2. Okay. So ഇതൊരു ലൂപ്പ് അല്ലേ? ഇവിടുന്ന് y2, y5, then y5 to y4, y4 to y3, then y3 to y2. Okay. So number of individual loops 5. Number of individual loops 5. So നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിക്കൽ അവിടെ ലൂപ്പ് ഏതൊക്കെയാണെന്ന് എഴുതാം. ലൂപ്പ് 1 ഇട്ടിട്ട് y2, y3, y2, y3 എന്നിട്ടാ മനസ്സിലാവുന്നില്ലേ ഗെയിൻ ഇട്ട് വെക്കാം 3 into 2. ഓക്കെ, അതൊരു ലൂപ്പ്. ദെൻ നെക്സ്റ്റ് ലൂപ്പ് 5, 4, അതായത് y3 to y4, 5, 4. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് y4 itself 6. ദെൻ നെക്സ്റ്റ് വൺ y4, y5, അതായത് 9, 7. നെക്സ്റ്റ് y2, y5, y4, y3, y2. ഓക്കെ, ഇത് നിങ്ങൾക്ക് y3, y4, y3 ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്ത ഒരു ലൂപ്പ് ആവുമല്ലോ. y3, y4, y3, y3, y4, y3. അതുപോലെ ഫസ്റ്റ് വൺ y2, y3, y2, y2, y3, y2. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഏതൊക്കെയാണ് ലൂപ്സ് എന്ന്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പ്രോബ്ലം എക്സാമിന്റെ ടൈമിൽ എടുത്ത് നോക്കുമ്പോൾ ഇത് ഏതാ ലൂപ്പ് എന്നൊന്നും മനസ്സിലാവില്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലാകാത്തവർ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ലൂപ്സ് വരച്ചു വെക്കുക. ഇതിപ്പോ ഞാൻ ഒരു ലൂപ്പ് ഇതുപോലെ വരച്ചു തന്നില്ലേ, ഇവിടെ വരച്ചു തന്നതുപോലെ ഈ ലൂപ്പ് അവിടെ വരച്ചു വെക്കുക. എന്നാലും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇപ്പം മനസ്സിലായാലും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏതാണെന്നൊന്നും ക്ലിയർ ആവില്ല. ഓക്കെ, സോ ഇതുപോലെ ലൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് അവിടെ വരച്ചു വെക്കുക. ഇതിങ്ങനെ എഴുതിയിട്ടും ക്ലിയർ ആവാത്തവർക്ക് വേണമെങ്കിൽ ആ ലൂപ്പ് ഓരോന്നും സെപ്പറേറ്റ് അവിടെ വരച്ചു വെക്കുക. ഇൻഡിവിജ്വൽ ലൂപ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 നോൺ ടച്ചിങ് ലൂപ്സ്. ഓക്കെ, സോ 2 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ 2 ലൂപ്സ് ഉണ്ടായിരിക്കണം. ഈ ലൂപ്സ് തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫൈൻ 2 നോൺ ടച്ചിങ് ലൂപ്സ്, 3 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് ചോദിക്കാം. അപ്പൊ 2 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലൂപ്സ്, 2 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ 2 ലൂപ്സ് ഉണ്ടാവും, പക്ഷെ അത് തമ്മിൽ കോമൺ നോട്ട്സ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അതേസമയം 3 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 3 എണ്ണം കണ്ടുപിടിക്കണം, 3 ലൂപ്സ്. പക്ഷെ ഈ 3 ലൂപ്സ് തമ്മിൽ കോമൺ നോഡ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 2 നോൺ ടച്ചിങ് ലൂപ്സ് ആണ്. ഓക്കെ, 2 നോൺ ടച്ചിങ് ലൂപ്സ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇവിടെ ഇൻഡിവിജ്വൽ ലൂപ്സിൽ ഏതൊക്കെയാണ് ലൂപ്പ് എന്ന് മാർക്ക് ചെയ്തിട്ടില്ലേ, അതിന് വേണമെങ്കിൽ ഓരോ പേര് കൊടുക്കാം. L1, L2, L3, L4 and L5. ഓക്കെ, സോ L1, L2, L3, L4 and L5 ഇതാണ് 5 നോൺ ടച്ചിങ് ലൂപ്സ് വരുന്നത്. 5 ലൂപ്സ് വരുന്നത് ഇൻഡിവിജ്വൽ ലൂപ്സ്. ഓക്കെ, ഇനി ഈ ലൂപ്പ് നിങ്ങൾ 2 നോൺ ടച്ചിങ് ലൂപ്സ് കണ്ടുപിടിക്കണം. നോക്കുക, L1 and L2 നോൺ ടച്ചിങ് ലൂപ്സ് ആണോ? കോമൺ നോട്ട്സ് വരുന്നുണ്ടോ നോക്കുക. L1 and L2. L1, L2 ഏതാണ്? ദ ഫസ്റ്റ് വൺ L1, ദെൻ സെക്കൻഡ് വൺ L2. ഇത് തമ്മിൽ കോമൺ നോഡ് ഉണ്ട്. ഓക്കെ, സോ L1 and L2 നോൺ ടച്ചിങ് ലൂപ്സ് അല്ല. ദെൻ L2, L3. L1ന്റെ കൂടെ തന്നെ ബാക്കി എല്ലാം കണ്ടുപിടിച്ചു. L1 and L2 നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നോക്കുക L1 and L3. ഓക്കെ, L1, L3 എങ്ങനെയാണ്? നോൺ ടച്ചിങ് അല്ലേ? L1 എന്ന് പറഞ്ഞ ലൂപ്പ് ഇവിടെയാണുള്ളത് ആൻഡ് L3 ഹിയർ. ഇതിന് കോമൺ നോട്ട്സ് ഒന്നും ഇല്ല. ഓക്കെ, സോ നോൺ ടച്ചിങ് ലൂപ്സ് നെക്സ്റ്റ് ഓരോന്നായിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് എഴുതി വെക്കാം. നോൺ ടച്ചിങ് ലൂപ്സ്, 2 നോൺ ടച്ചിങ് ലൂപ്സ്, 2 നോൺ ടച്ചിങ് ലൂപ്സ്. ഓക്കെ, 2 നോൺ ടച്ചിങ് ലൂപ്സ് ഏതൊക്കെയാണ്? L1, L2 ആദ്യം നോക്കി, നോൺ ടച്ചിങ് അല്ല. നെക്സ്റ്റ് L1 and L3 നോൺ ടച്ചിങ് ആണ്. ഓക്കെ, സോ L1 and L3. സോ L1 and L3 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ഇനി നെക്സ്റ്റ് നോക്കുക L1 and L4 എങ്ങനെയാണ്? L1 ഇവിടെയാണുള്ളത് ആൻഡ് L4 ഇവിടെയാണ്. ഓക്കെ, സോ ഇത് രണ്ടും തമ്മിൽ കോമൺ നോട്ട്സ് ഇല്ല. സോ അടുത്ത കോമ്പിനേഷൻ L1 and L4. L1 and L4. ഓക്കെ,
ഇനി L1 ആൻഡ് L5 നോക്കാം. L1 ആൻഡ് L5. L1 ഇതാണ്, L5 ഇത് വരുമോ? L1 ആൻഡ് L5 നോൺ ടച്ചിങ് ആണോ? L1 ആൻഡ് L5 നോ. L1 ആൻഡ് L5 കോമൺ നോട്ട്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് L1 വരുന്നത്. L5 എടുക്കുമ്പോൾ അതേ ബ്രാഞ്ചസ് തന്നെ നമുക്ക് അതിൽ വരും. സോ L1 ആൻഡ് L5 നോൺ ടച്ചിങ് അല്ല. ഇനി ഏത് കോമ്പിനേഷൻ നമ്മൾ നോക്കാനല്ലേ? L2 ആൻഡ് L1 ഓൾറെഡി നോക്കി. ഇനി L2 ആൻഡ് L3 നോക്കുക. L2 ആൻഡ് L3 നോൺ ടച്ചിങ് അല്ല. ഓക്കെ, L2 ആൻഡ് L3 കോമൺ നോട്ട്സ് ഉണ്ട്. സോ L2 L3 എടുക്കാൻ പറ്റില്ല. ദെൻ L2 ആൻഡ് L4. L2 ഹിയർ ആൻഡ് L4 ഹിയർ. നോ. L2 ആൻഡ് L4 അതിനും കോമൺ നോഡ്, ഇവിടെയാണ് കോമൺ നോഡ് വരുന്നത്. ഓക്കെ, സോ അതും പറ്റില്ല. ആൻഡ് L2 ആൻഡ് L5. L2 ഇതാണ്, L5 വരുമ്പോൾ ഇത് റിവേഴ്സ് പാത്ത് ഇവിടെ വരും. ഓക്കെ, അപ്പൊ L2 ആൻഡ് L5 നോൺ ടച്ചിങ് അല്ല. ഇനി അടുത്ത കോമ്പിനേഷൻ ഏതാ? L3 നോക്കുക. L3 വിത്ത് L1 ആൻഡ് L2 നിങ്ങൾ ഓൾറെഡി നോക്കി. ദെൻ L3 L4. L3 L4. 3 ഇവിടെയാണ്, 4 ഇവിടെയാണ്, കോമൺ നോഡ് ഉണ്ട്, നോൺ ടച്ചിങ് അല്ല. ദെൻ L3 ആൻഡ് L5. L3 ഇവിടെയാണ്, L5 എടുക്കുമ്പോഴും അതേ നോഡ് വരുന്നുണ്ട്, y4. ഓക്കെ, സോ അതും നോൺ ടച്ചിങ് അല്ല. ഇനി L4 ആൻഡ് L5 എടുത്തു കഴിഞ്ഞാലും L4 ഇവിടെയാണ്, L5 ഇവിടെയാണ്. അപ്പൊ നമ്പർ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. ഓക്കെ, സോ എത്ര 2 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്? രണ്ടെണ്ണല്ലേ? L1 ആൻഡ് L3 1 നോൺ ടച്ചിങ് ലൂപ്പ്, ആൻഡ് അതുപോലെ L1 ആൻഡ് L4. സോ നമ്പർ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, നമ്പർ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ് ഈസ് ഈക്വൽ ടു 2. അത് ഏതൊക്കെയാണെന്ന് എഴുതണം. L1 ആൻഡ് L3യും നെക്സ്റ്റ് വൺ L1 ആൻഡ് L4. ഓക്കെ, സോ ഇത് ക്ലിയർ ആണല്ലോ പ്രോബ്ലം? ടീച്ചർ ടീച്ചർ ഈ 2 നോൺ ടച്ചിങ് ലൂപ്സ് റെപ്രസെന്റ് ചെയ്യാനല്ല പറയുന്നത്. അപ്പോൾ ഈ 2 നോൺ ടച്ചിങ് ലൂപ്സിന്റെ പ്രത്യേകത എന്നാ? ഈ 2 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറയുന്ന കാരണം എന്നാ? 2 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ 2 ലൂപ്പ്. അതായത് രണ്ടെണ്ണം തമ്മിൽ കോമൺ നോട്ട്സ് വരാത്ത ലൂപ്പുകൾ. രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷൻ എടുത്ത് നോക്കുക. അതായത് ഇപ്പൊ L1 L2 രണ്ടെണ്ണം ഇല്ലേ? അതാ ഈ നമ്പർ 2 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ജസ്റ്റ് നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് മാത്രം പറഞ്ഞു തരുന്നെങ്കിലോ? നോൺ ഇത് തന്നെയല്ലേ ടച്ചിങ് വരും? ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോബ്ലം വരുമ്പോൾ അതാണ് നിങ്ങൾക്ക് 2 നോൺ ടച്ചിങ് ലൂപ്സ്. ഞാൻ പറഞ്ഞില്ലേ, 2 നോൺ ടച്ചിങ് ലൂപ്പ്, 3 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പൊ പറഞ്ഞത് നമ്മൾ 2 നോൺ ടച്ചിങ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം തമ്മിലാണ് എടുത്തു നോക്കുന്നത്. അതായത് ഈ കേസിൽ ഇപ്പം ലൂപ്പ് 1ഉം 3യും നോക്കുക. 1ഉം 3യും അതേസമയം ഇവിടെ വേറെ ഒരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കും ഇങ്ങോട്ട്. ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊരു 6th ലൂപ്പ് ആണെന്ന് വിചാരിക്കും. ഇതൊരു 6th ലൂപ്പ് ആണെങ്കിൽ ഈ കേസിൽ ഈ ലൂപ്പ് നമ്പർ 1 നോക്കുക. 1ഉം 3യും 6ഉം തമ്മിൽ കോമൺ നോട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ. ഇത് 6, ഇത് 3, ഇത് 1. ഓക്കെ, 1 3 6 ഈ 3 ലൂപ്പും തമ്മിൽ കോമൺ നോട്ട്സ് ഒന്നും ഇല്ല. അപ്പൊ ഈ കേസിൽ നമ്മൾ പറയും ഈ 3 ലൂപ്പും കോമൺ നോട്ട്സ് ഇല്ല. അതായത് 3 നോൺ ടച്ചിങ് ലൂപ്സ്. അതായത് ഈ 2ന്നും 3ന്നും പറയുന്നത് ഈ നമ്പർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു കോമ്പിനേഷനിൽ എത്ര ലൂപ്സ് വരുന്നതാണ്. മനസ്സിലായോ? ഓക്കെ 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 ഓക്കെ. 2 നോൺ ടച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന L1 ആൻഡ് L3 അല്ലേ? അടുത്ത കോമ്പിനേഷനിൽ അതായത് ഇത് രണ്ടും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടാവാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമ്പിനേഷനിൽ 3 ലൂപ്സ് വരണം. 3 ലൂപ്സും തമ്മിൽ കോമൺ നോട്ട്സ് ഉണ്ടാവാൻ പാടില്ല. സോ അതിനെയാണ് 3 നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അത് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് പ്രോബ്ലം കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പൊ ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടെ എഴുതുക. Draw the signal flow graph
Draw the signal flow graph for the following set of algebraic equations. Draw the signal flow graph for the following set of algebraic equations. Okay. First equation, x1 is equal to ax0 plus bx1 plus cx2. The next equation, x2 is equal to dx1 plus ex3. dx1 plus ex3. And x3 is equal to fx0 plus gx2. And x4 is equal to hx3. So draw the signal flow graph for the following set of algebraic equations. Equation x1 ax0 plus bx1 plus cx3 and x2 equal to dx1 plus ex3. x3 fx0 plus gx2 and x4 is equal to hx3. Okay. So ഇതിൽ ഏതൊക്കെയാണ് വേരിയബിൾസ് നോക്കാം. വേരിയബിൾസ് മാർക്ക് ചെയ്യാതെ x1 x2 x3 x4 4 വേരിയബിൾസ് വരുന്നുണ്ട്. എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചെയ്തേ. ആദ്യം വേരിയബിൾസ് മാർക്ക് ചെയ്യുക, ദെൻ ബ്രാഞ്ച് അതിലേക്ക് ഓരോന്ന് ഇക്വേഷൻ നോക്കിയിട്ട് വരക്കുക. സമയായില്ലേ? എന്തോ ഓക്കെ ഓക്കെ, 5 മിനിറ്റ് ലേറ്റ് ആയിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, x1 നോക്കുക, x0 ഒരു വേരിയബിളും കൂടെ ഉണ്ട് ഇവിടെ. x0 x1 x2 x3 and x4. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, ax0 plus bx1 plus cx2. ax0 then bx1 എന്ന് പറയുമ്പോൾ ഇതിലേക്ക് തന്നെ വരും b. ഓക്കെ, then cx2, then x2 to x1 with gain c. then അതുപോലെ ഓരോ ഇക്വേഷൻസും എഴുതുക. ഓക്കെ, x2 നോക്കുക, dx1 plus ex3, x1 to x2 d, then x3 to x2 e. ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യല്ലോ അല്ലേ? ബാക്കി 3 ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് അതേപോലെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ,
x3ന്റെ ഇക്വേഷൻ എഴുതാം, അത് കഴിഞ്ഞാൽ x4ന്റെയും എഴുതാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.